ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ടൂറ് പോയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്, റെസ്റ്റോറൻറ്റിലേക്ക്. പീസ് ലാൻഡാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. അപ്പോൾ ഞങ്ങളെ ബാഗും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ റൂമിലൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 5 റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ വേഗം ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണിയൊക്കെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വേഗം തന്നെ, എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 2:30 സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും വേഗം ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ വേഗം ഭക്ഷണം കഴിക്കാനായിട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളമൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിന് ആവശ്യം നമുക്ക് വന്നിട്ടില്ല. കാരണം അവിടെ തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. അപ്പം അണാമൻ്റെ മോള് അവളെ കുട്ടിക്ക് കൊടുക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കഞ്ഞിയൊക്കെ. അപ്പം അത് കൊടുക്കും വേണം കുട്ടിക്ക്. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോവാണ്. അപ്പം ഓരോരുത്തരും ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്കൊന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ കളിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ വൈകുന്നേരം പിന്നെ കുളിച്ച് ഫ്രഷ് ആയി വന്നതിൻ്റെ ശേഷം പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ ചായയൊക്കെ അവർ തന്നതാണ്. നമ്മൾ ചായൻ്റെ കടിയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, കുയ്യപ്പും അതുപോലെ തന്നെ കേക്കും പിന്നെ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ്. ചായ കുടി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഇക്കവിടെ സൈക്കിൾ കണ്ടിട്ട് അപ്പോൾ അതിൽ എടുത്ത് ഓട്ടിക്കുകയാണ്. അപ്പോൾ ഇക്കനൊക്കെ അവർ ഭയങ്കര കളിയാക്കലൊക്കെയാണ് കേട്ടോ. നിങ്ങൾ അവിടെ നിന്ന് മുന്നിൽ പോയാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സൈക്കിൾ ഓട്ടി വരി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കി കൊണ്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലായപ്പം ഇവർക്ക് ആണുങ്ങൾക്കൊന്നും അതിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് ഞങ്ങൾ തന്നെ ആയിട്ട്. അതുകൊണ്ടപ്പോൾ അവർ ഞങ്ങളെ പറഞ്ഞ് ഇവിടെ താഴത്ത് നല്ല ഇത് കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞയക്കണേ. അവിടെ ക്യാമ്പ് ഫയറൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളോട് അവിടെ ഒന്ന് പോയി വെക്കാൻ പറഞ്ഞിട്ട് അവർ ഞങ്ങളങ്ങനെ പോവുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. ഇത് മുകളിൽ നിന്ന് താഴേക്ക് എടുത്തതാണ് കേട്ടോ. അത് ഒരു വ്യൂ ആണ് കാണുന്നത്. നല്ല അടിപൊളി ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ക്യാമ്പ് ഫയർ നടക്കുന്നത് കേട്ടോ. നല്ല രാത്രിയിൽ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മക്കളെല്ലാവരും ഞങ്ങൾ മുന്നേ തന്നെ ഇവിടെ പോന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ
മൂത്തമ്മ ഇളാമയൊക്കെ വേക്കിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഇതിൽ മീനുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ, കാരണം ഇത് വലയൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ടായിരുന്നു. മീനിനെ വളർത്തുന്നത് തന്നെയാണ്. കോഴി ഫാമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു. കുറച്ചധികം തന്നെ കയറാനുണ്ട്, സ്റ്റെപ്പും പിന്നെ ഒരു നിരന്ന സ്ഥലം, അങ്ങനെ ഒരു തൂക്കുപാലത്തിൻ്റെ ഒക്കെ ഒരു മാതിരിയാണിത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പം എന്താ ഇവർ നല്ല വെള്ളത്തിൽ സ്വിമ്മിംഗ് പൂളിൽ ചാടലാണ് കേട്ടോ. നീന്തൽ മത്സരം ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഷട്ടിൽ ബാറ്റ് കളിച്ചു എല്ലാവരും കൂടിയിട്ട്. പിന്നെ ഇവിടെ നല്ല പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അവർ ഡാൻസ് കളിക്കണമുണ്ട് കേട്ടോ. പിന്നെ പാട്ടിനനുസരിച്ച് കുട്ടികളിങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുട്ടികൾക്ക് പിന്നെ ബിസ്ക്കറ്റൊക്കെ കെട്ടി കൊടുത്തു കേട്ടോ, അത് ചാടി കടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കളി ഇവരാദ്യമായിട്ടാണ് ചിലപ്പോൾ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ അതൊക്കെ കളിച്ചതിൽ ജുനിയാണ് കേട്ടോ ഫസ്റ്റ് ജയിച്ചത്. ജയും തോൽവിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ കുട്ടികളെല്ലാ രസത്തിന് അങ്ങനെ കളി അവർക്കും തന്നെ നല്ല രസമായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇത് ഫസ്റ്റും സെക്കൻഡും അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ ഇത് ആണുങ്ങളെ കസാരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ഫസ്റ്റ് ആൾ ഔട്ടായി. ഇതിൽ കുറേ ആൾക്കാർ മിസ്സിങ് ആണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഹോസ്പിറ്റൽ കേസും അസുഖമൊക്കെ കാരണം. അപ്പം ഇവർ തന്നെ ഉള്ളൂ ആണുങ്ങളായിട്ടിതിൽ. പിന്നെ അമ്മോനുണ്ട്, അമ്മോന് പിന്നെ ഇതിലൊന്നും കൂടിയിട്ടില്ല. പിന്നെ ഇതാ കുട്ടികളെ കളിയാണ്. അങ്ങനെ ഓരോരുത്തരെ ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്.
പിന്നെ ഞങ്ങൾ കളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കളി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും ഔട്ടായി. പിന്നെ ഞാനും മൂത്തപ്പി മാത്രമായിട്ടോ ഉണ്ടായിരുന്നുള്ളത്. അത് പിന്നെ ഞങ്ങളത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപാട് നേരം പിന്നെ സംസാരിച്ചിരുന്നതിൻ്റെ ശേഷം പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയത് രാത്രി. പിന്നെ ഉറങ്ങി നീട്ടിയതിൻ്റെ ശേഷം രാവിലെ ഒരു കാലി ചായ കടിച്ചതിൻ്റെ ശേഷം പിന്നെ പൂളിൽ കുറച്ച് നേരം കളിക്കായി അടിച്ചിട്ട് അങ്ങനെ വരികയാണ്. ഞങ്ങൾക്ക് ആർക്കും നീന്തറിയില്ല കേട്ടോ. ഉമ്മൻ്റെ അനിയത്തിക്കും ജ്യേഷ്ഠത്തിക്കും മാത്രമേ അറിയുള്ളൂ, അതായത് മൂത്ത മക്കളാൾക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ അത് അവിടെ അങ്ങനെ മരത്തിന് കിടന്നിട്ട് കമ്പിയിൽ പിടിച്ചിട്ട് ഒരുപാട് നേരം അങ്ങനെ കാലിട്ട് അടിക്കായിരുന്നു, വെറുതെ ഒരു രസം. ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുക കേട്ടോ, അല്ലാതെ ഞങ്ങൾക്ക് നീന്താനൊന്നും അറിയില്ല. ഇത് കുട്ടികളെ സ്വിമ്മിങ് പൂളാണ്. ഇത് അത്യാവശ്യം നല്ല ആഴമുണ്ട് കേട്ടോ. കാരണം നമുക്കൊക്കെ ആ ഒരു ഭാഗത്ത് ഒരു ഭാഗം നല്ല ആഴമുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ കമ്പി പിടിച്ചിട്ട് 4 ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതിന് ചുറ്റും നടന്നിട്ട് മാത്രമേ ഉള്ളൂ ഞങ്ങൾ കേട്ടോ. അങ്ങനെ സ്വിമ്മിങ് പൂളിൽ നിന്നൊക്കെ പോകുന്നത് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾക്ക് 12 മണി വരെ ഇവിടെ സമയമുണ്ട്. പക്ഷേ ഞങ്ങൾ അത്ര സമയം നിൽക്കണില്ല. ഞങ്ങൾക്ക് വേറെ സ്ഥലങ്ങളൊക്കെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് വേഗം റൂം വെക്കറ്റ് ചെയ്തു. അങ്ങനെ ഇവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വീഡിയോസൊക്കെ. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ പോവുകയാണ്. പിന്നെ ഞങ്ങളൊരു പാർക്കിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാ പാർക്കിലെത്തി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ, പാർക്കിലേക്ക്. ഇത് നല്ല അടിപൊളി സ്ഥലങ്ങളായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ മക്കൾ ഇതിൽ കയറ്റിയിട്ടാണ്. പക്ഷേ ഇത് നമുക്ക് നഷ്ടമാണ്, കുറച്ച് സമയമേ ഉള്ളൂ. പക്ഷേ ഒരു കുട്ടിക്ക് 80 രൂപ അങ്ങനെ എന്തോ ആണ്.
പിന്നെ ചുനക്ക് ഇതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതിൽ കയറിയിട്ട് ഇതിൽ കൂടെ കയറിയിട്ട് അപ്പുറത്ത് കൂടെ കീയലാണ് ഇട്ടത്. അപ്പോൾ ഇത് ഞങ്ങളെ കാണും മുന്നേ ഇവരൊക്കെ അതിൻ്റെ മുകളിൽ കയറിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സാവധാനം നടന്ന് വരായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു. ഇതൊക്കെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളതിലൊന്നും കയറിയിട്ടില്ല. ഈ ഒരു സമയമായിരുന്നു കൊണ്ടോട്ടി വരവുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ കയറാൻ വിചാരിച്ചിട്ട് പിന്നെ ഇതൊന്നും കയറിയിട്ടില്ല. അളാമൻ്റെ പേരക്കുട്ടിയാണിത്. അപ്പം അധികം വെയിറ്റ് ഇല്ലാത്തവരൊക്കെ അവിടെ പകുതിക്കൽ നിൽക്കും. അപ്പോൾ പിന്നെ അവർ പോയിട്ട് തന്നെ അവരെ കൊണ്ടുവരിക ചെയ്യാറ്. അപ്പോൾ ഇതാ ഇതും കയറിയിട്ടുണ്ടായിരുന്നു. അളാമൻ്റെ മോളും മരുമോനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നൊരു ഹോട്ടലിൽ കയറിയിട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് എല്ലാവരും ഇവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വെറും ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 5-6 പേര്. ബാക്കി എല്ലാവരും മന്തിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറുംചോറിലേക്ക് ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ മന്തിയായിരുന്നു അവരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് പൂക്കോട്ടൂർ തടാകത്തിലേക്കായിരുന്നു. അപ്പോൾ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടെ ഉള്ളവരാണ്. അവർ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് ആളുകളൊക്കെ അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾ മാത്രം പോയിട്ടുണ്ടായിരുന്നുള്ളൂ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. ഇത് കാല് വെച്ചിട്ട് തൊഴുന്നതായിരുന്നു. അപ്പോൾ കയറുന്നില്ല പറഞ്ഞു. ഞങ്ങളിവിടെ ഒരു ചെറിയൊരു ഇരിക്കാനുള്ള ഒരു ഷെഡുണ്ട്. അപ്പോൾ അതിൽ വന്നിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ പോയ പിറ്റേ ദിവസം, ടൂറ് പോയിട്ടുള്ള പിറ്റേ ദിവസം ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. മുത്തമ്മൻ്റെ മോളെ കുട്ടിക്ക്, അതായത് മുത്തമ്മൻ്റെ പേരക്കുട്ടിക്ക് SLCക്ക് ഫുൾ A+ ആയിരുന്നു. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇവർ തിരിച്ച് പോയിട്ട് വരികയാണ്. അപ്പോൾ അവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടേക്ക് അവർ വരികയാണ് കേട്ടോ. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജുനക്ക് നല്ല പനിയായിരുന്നു. അതുകൊണ്ട് ജുനി ഇവിടെ ഇരുന്നിട്ടുണ്ടായിനി. ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടുള്ള ചിപ്സ്, പലഹാരങ്ങളിൽ കുറച്ച് ചിപ്സ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഞങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ബസ്സിൽ നിന്ന് കുറച്ച് ഡാൻസൊക്കെ കളിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ടൂറ് പോയിട്ടുള്ള വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.